ദേവന്മാരുടെ ഋഷിവര്യനായും പരമ മഹാവിഷ്ണു ഭക്തനായും അതുപോലെ തന്നെ ദേവ അസുര സഭകളിൽ എപ്പോൾ വേണമെങ്കിലും പ്രവേശന സ്വാതന്ത്ര്യമുള്ള മഹാവിഷ്ണു ഭഗവാന്റെ അംശാവതാരമാകുന്ന ഗഗനസഞ്ചാരി, സദാ മഹതി എന്ന ദിവ്യ വീണയും കരങ്ങളിലേന്തി മരുവുന്ന ആ ദിവ്യ പുരുഷനാകുന്നു നാരദൻ. ഉത്തമനായ കലാകാരനാകുന്നു ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ നാരദ മഹർഷി സംഗീതജ്ഞനും കഥാകൃത്തും കൂടിയാകുന്നു. സർവ ഋഷി സമൂഹത്തിൻ്റെയും രാജാതിരാജനായതിനാൽ തന്നെ രാജഋഷി എന്ന് നാരദ മഹർഷി അറിയപ്പെടുന്നു. യുഗങ്ങളുടെ ഭൂത ഭാവി വർത്തമാന സംഭവ വികാസങ്ങൾ ജ്ഞാതമാകുന്ന ത്രിമൂർത്തികളിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന ബ്രഹ്മദേവന്റെ മാനസത്തിൽ നിന്നും ജന്മം കൊണ്ടിരിക്കുന്നു. അതിനാൽ തന്നെ നാരദ ഋഷി ബ്രഹ്മദേവന്റെ മാനസപുത്രൻ ആകുന്നു. നാരദ മഹർഷി 7 ജന്മങ്ങൾ പിറന്നു എന്ന് പുരാണങ്ങൾ പറയുന്നു. അതിൽ ആദ്യത്തേത് ആകുന്നു ബ്രഹ്മപുത്രനായി പിറവി കൊണ്ടത്. അദ്ദേഹത്തിന്റെ 2ാം ജന്മം ഇപ്രകാരമാകുന്നു. ഗന്ധർവശ്രേഷ്ഠനായ ചിത്രകേതു എന്നൊരു രാജപ്രമുഖൻ പുത്രദുഃഖത്താൽ കഴിയും കാലത്ത് അദ്ദേഹം സദാ സന്താനഭാഗ്യത്തിനായി മഹാദേവനെ തപസ്സനുഷ്ഠിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ തപസ്സിൽ സംതൃപ്തനായ മഹാദേവൻ ഗന്ധർവരാജന് മുൻപാകെ പ്രത്യക്ഷനായി മഹാദേവന്റെ സമക്ഷം തനിക്ക് വിഷ്ണുഭക്തനായ ഒരു പുത്രൻ പിറവി കൊള്ളണമെന്ന് അപേക്ഷിച്ചു. തൽഫലമായി മഹാദേവന്റെ വരപ്രസാദത്താൽ ഒരാൺകുഞ്ഞായി ദേവഋഷി പിറവി കൊണ്ടു. ആ കുട്ടിയുടെ നാമമാകുന്നു ഉപബർണൻ. ഉപബർണൻ തികഞ്ഞൊരു വിഷ്ണുഭക്തനായിരുന്നു. ആ ജന്മം അദ്ദേഹം ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം തന്നെ ചെയ്തു തീർത്തു. ആ ജന്മകാലം കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ജന്മത്തിനായി കാത്തിരുന്നു. നാരദന്റെ 3ാം ജന്മമാകുന്നു കന്യാകുബ്ജയുടെ ചക്രവർത്തിയായ ദ്രുമളന്റെയും ഭാര്യയായ കലാവതിയുടെയും പുത്രനായി നാരദൻ എന്ന നാമത്തോടുകൂടി പിറവി കൊണ്ടു. അങ്ങനെ കഴിയവേ ദ്രുമള ചക്രവർത്തി തൻ്റെ സ്വത്തുക്കളെല്ലാം തന്നെ ദാനം ചെയ്തു. ശേഷം സന്യാസം സ്വീകരിക്കുകയും ചെയ്തു. കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മരണപ്പെടുകയും ഉണ്ടായി. പിന്നീട് അനാഥരായ കലാവതിയും പുത്രനായ നാരദനും ഒരു ബ്രാഹ്മണ ഭവനത്തിൽ ദാസിവേല ചെയ്തു. അങ്ങനെ ഇരുവരും ജീവിക്കും കാലത്ത് കലാവതി മരണപ്പെട്ടു. അങ്ങനെ പൂർണ്ണമായും അനാഥനായി നാരദൻ. ഇനി തനിക്ക് ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അതിനാൽ തന്നെ എങ്ങനെയും ഭഗവത് ദർശനം പ്രാപ്തമാക്കണമെന്ന് നാരദൻ നനച്ചു. അതിനായി ഗംഗാതീരത്ത് അദ്ദേഹം തപസ്സനുഷ്ഠിക്കുകയും തൽഫലമായി മഹാവിഷ്ണു നാരദർക്ക് മുൻപിൽ പ്രത്യക്ഷനാകുകയും ചെയ്തു. അങ്ങനെ മഹാസന്യാസിവര്യനായി 3ാമത്തെ ജന്മവും അദ്ദേഹം ജീവിച്ച് മരിച്ചു. പിന്നീടുള്ള ജന്മം ബ്രഹ്മാവിൻ്റെ പുത്രനായി ഒരു വാനരനായി പിറവി കൊണ്ടു. പിൽക്കാലത്ത് സഞ്ജയൻ എന്നൊരു മഹർഷിയുടെ പുത്രിയായ മാലതിയെ വിവാഹം കഴിക്കുകയും എന്നാൽ ദാമ്പത്യത്തിൽ യാതൊരു താല്പര്യവും ഇല്ലാതിരുന്ന നാരദ മഹർഷി പിതാവായ ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം വിവാഹിതനായത്. അതിനാൽ തന്നെ അത്തരം ജീവിതത്തിൽ താല്പര്യമില്ലാതെ ഭക്തിയുടെ മാർഗത്തിൽ ജീവിച്ച നാരദരുമായുള്ള ജീവിതത്തിൽ മാലതി എന്ന ദമയന്തിക്ക് വളരെ വിഷമകരമായ ജീവിതമായിരുന്നു നയിക്കാനായത്. എന്നാൽ ആ കാര്യം അവൾ അവളുടെ പിതാവായ സഞ്ജയനോട് പറയുകയും തൻ്റെ പുത്രിയോട് അവളുടെ പതി ചെയ്യുന്ന അനീതിക്ക് അയാൾ അദ്ദേഹത്തെ ശപിച്ചു. 100 വർഷക്കാലം നീ യമലോകത്ത് നരകത്തിൽ വസിക്കാൻ ഇടയുണ്ടാകട്ടെ എന്ന്. അതായിരുന്നു അദ്ദേഹം നാരദർക്ക് നൽകിയ ശാപം. അത് പ്രകാരം അദ്ദേഹം 100 വർഷക്കാലം നരകത്തിൽ വസിക്കുകയും ചെയ്തു. പിന്നീടുള്ള ജന്മം ദക്ഷപ്രജാപതിയുടെ പുത്രന്മാരെ സന്യാസത്തിന് പറഞ്ഞയച്ചതിന്
തൻ്റെ പുത്രന്മാരെ തൻ്റെ പക്കൽ നിന്നും വേർതിരിച്ചതിന് ദക്ഷപ്രജാപതി നാരദർക്ക് ഒരു ശാപം നൽകി. നീ ഗതി കിട്ടാതെ അലയും എന്നതായിരുന്നു ആ ശാപം. പിന്നീടുള്ള അടുത്ത ജന്മത്ത് ദക്ഷന്റെ തന്നെ പുത്രനാകുകയും പിന്നീട് ഏറ്റവും അവസാന ജന്മമാകുന്ന 7ാം ജന്മത്തിൽ ഒരു പുഴുവായും പിറന്നു. അങ്ങനെ തൻ്റെ 7 ജന്മങ്ങളും പൂർത്തിയാക്കിയ സുരഋഷിയുടെ നാരദരെന്ന നാമത്തിൻ്റെ പൊരുൾ നരനെക്കുറിച്ച് ജ്ഞാതമാകുന്നവൻ എന്നാകുന്നു. മറ്റൊരർത്ഥം എന്തെന്നാൽ നാരം അഥവാ ജലം ദാനം ചെയ്യുന്നവൻ എന്നുകൂടിയാകുന്നു. കൂടാതെ നാദമറിഞ്ഞവൻ എന്നും നാരദൻ എന്ന നാമത്തിനർത്ഥമുണ്ടാകുന്നു. ഈ വിഷ്ണുഭക്തനായ ബ്രഹ്മപുത്രനെ രാമായണ മഹാഭാരത ഇതിഹാസങ്ങളിലും മറ്റു പുരാണങ്ങളിലും വിശേഷിപ്പിക്കുന്നു. അതിലുമുപരി രാമായണം പിറവി കൊള്ളാൻ കാരണക്കാരനായത് നാരദ മഹർഷിയാകുന്നു. വാൽമീകി മഹർഷിക്ക് രാമചിന്ത പകർന്നു നൽകിയത് ഇദ്ദേഹമാകുന്നു. കൂടാതെ മഹാഭാരതത്തിൽ പ്രഹ്ലാദ ചരിതം യുധിഷ്ഠിരനോട് പറഞ്ഞു നൽകുന്നത് ഇദ്ദേഹമാകുന്നു. 1470 1564 കാലഘട്ടങ്ങളിൽ കന്നഡ നാട്ടിൽ പിറവികൊണ്ട ശ്രീനിവാസ നായക എന്ന പുരന്ദരദാസൻ നാരദ മഹർഷിയുടെ അവതാര പുരുഷനാകുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഹിന്ദുമതത്തിൽ കൂടാതെ ജൈനമതത്തിലും നാരദ വിശ്വാസം നിലനിൽക്കുന്നു. നമ്മുടെ സപ്തഋഷി വിശ്വാസം പോലെ അവർക്കിടയിൽ ഓരോ കാലത്തിലും 9 നാരദന്മാർ ഉണ്ടാകുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭീമൻ, മഹാഭീമൻ, രുദ്രൻ, മഹാരുദ്രൻ, കാലൻ, മഹാകാലൻ, ദുർമുഖൻ, നരമുഖൻ, അധോമുഖൻ എന്നിവരായിരുന്നു ഇപ്പോഴത്തെ നാരദന്മാർ എന്നാണ് ജൈനമതക്കാരുടെ ഇടയിലുള്ള വിശ്വാസം.